അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മളെ കുഞ്ഞൈമീൻ്റെ ഇംഗ്ലീഷിലുണ്ട് സുഹബൻ്റെ സർട്ടിഫിക്കറ്റ് വായിക്കണം. കുഞ്ഞൈമീൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര വിവരാട്ടോ, ഇംഗ്ലീഷിൽ ഭയങ്കര അഖിലകണ്യനാട്ടോ. കുഞ്ഞൈമ ഒറ്റൊന്ന് വായിച്ചാടാ ഇംഗ്ലീഷിൽ ആ സുഹബൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് വായിച്ച സുഹബ ട്രാവലിംഗ് ടു ദി സൂൽ ഇതിലേക്ക് കൊടുത്തിരിക്കും. സുഹബന്റെ സർട്ടിഫിക്കറ്റ് വായിച്ച കേട്ടില്ല നിങ്ങൾ? ട്രാവലിംഗ് ടു ദി സോൽ. എന്താലേ എടാ ചെങ്ങായി, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ വരുമ്പോൾ ആദ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. അത് വായിച്ചു നോക്ക്. എനിക്ക് അറിയില്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാർ ട്രാവലിംഗ് ടു ദി സോൽ വായിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റിൻ്റെ പേര് വായിച്ചാൽ മതി. എവിടുന്നാ മോയന്തേജ് വായിച്ച് പഠിച്ചത്? അതിൻ്റെ കാര്യം ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ വലിപ്പം ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് പൊതു സ്റ്റേജിലാണല്ലോ ഇത് വായിക്കണത്. ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്, ഇപ്പം ഞാൻ സംസാരിക്കണതിൻ്റെ റൂമ് കുത്തിരുന്നിട്ടാ, നമ്മളെ റൂമ് കുത്തിരുന്നിട്ട് ഇത് പൊതു സ്റ്റേജ് കെട്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പേര് വായിക്കുക. ട്രാവലിംഗ് ടു ദി സൂൽ. വല്ലാത്തൊരു മോയം തന്നെയാണ് ഇജ്ജ്. എന്നിട്ടോ ഓന ഇഞ്ഞിപ്പച്ച് പറയാൻ പോണത് എന്താ? പറയാൻ പോണത് പിന്നെ ഭയങ്കര രസമുണ്ട്. വേണ്ടത് ഇവനെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ 4 കുത്തുവനെ കുത്തിക്കഴിഞ്ഞാൽ ശരിക്ക് രംഗത്ത് വരും ഓരോ കാര്യങ്ങളും. അത് കേട്ടോളി കുഞ്ഞാമോട് പറയട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട്. അത് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടല്ലേ? ആയിക്കോട്ടെ. പിന്നെന്താ നടക്കണേ? സ്വർണ്ണക്കടത്ത് പിന്നെന്താണ്? പോലെ ഹവാല കുഴൽപ്പണം ഇടപാട് നടക്കുന്നുണ്ട്. ഹവാല നടക്കുന്നുണ്ട്, ഈ കുഴൽപ്പണം നടക്കുന്നുണ്ട്. ഹവാല ഇടപാട് നടക്കുന്നുണ്ട്, കുഴൽപ്പണം ഇടപാട് നടക്കുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. ബാക്കി ട്രോളികൾ അവിടുന്ന് വരുന്നുണ്ട്, ഗ്രീൻ ചാനൽ വഴി കടക്കുന്നുണ്ട്. എന്തേ മുണ്ടാത്ത്? ഇപ്പങ്ങൾ മുണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാ സംഭവം. അവിടെ ബേജാറിപ്പോഴും തുടരുക. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ശരിക്ക് കേരള ഗവൺമെന്റ് ശരിക്ക് ശ്രദ്ധിക്കണം. ഈ കുഞ്ഞൈമീന്റെ ഈ പ്രസംഗം കേരള ഗവൺമെന്റ് ശരിക്ക് ശ്രദ്ധിക്കണം. ഈ കുഞ്ഞൈമീന്റെ ഈ പ്രസംഗം കാരണം കുഴൽപ്പണവും ഹവാലയും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തും ഇങ്ങനെ പലതും ട്രോളികളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കുഞ്ഞഹമ്മദ് പരസ്യമായി കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്താൻ ഗവൺമെന്റിന് സാധിക്കും. കാരണം ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു തെളിവുകൾ ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. കാരണം എന്തിന് ഗവൺമെന്റിനെ പറ്റിക്കണം? എന്തിന് ഇവിടെ ചതിയന്മാരാവണം? എന്തിനിവിടെ ഇത്ര ബുദ്ധിമുട്ടണം? ഇവിടെ പോലീസുകാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇവനെ പോലത്തെ ആളുകളൊന്ന് പിടിച്ച് ചോദ്യം ചെയ്താൽ പോലെ കൂട്ടരെ. എന്നാ ശരിക്ക് കിട്ടൂലേ? ഇവന് ശരിക്കും അറിയുന്നുണ്ടല്ലോ. ഇവനിതാ പറയുന്നു, ബാക്കിയോ പറയട്ടെ. അതാ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ താമരശ്ശേരി പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഇവരെ വിദേശത്തുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്തല്ലേ, എന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ വിദേശത്ത് സ്ഥാപനം തുടങ്ങണത്, നാട്ടിൽ സ്ഥാപനം തുടങ്ങണത്, ഞങ്ങൾ എവിടെ സ്ഥാപനം തുടങ്ങണമെന്ന് എന്നോട് ചോദിച്ചിട്ട് പോടാ ചെങ്ങായി അവിടുന്ന്. ആ സ്ഥാപനം പൂട്ടിക്കിടന്നു. അത് ഞാൻ പൂട്ടിക്കടന്നോട്ടെ, അനക്കെന്താ നട്ടെന്ന്? ഞങ്ങളെ മുതലല്ലേ പൂട്ടിക്കടന്നോട്ടെ, അനക്കെന്താ നട്ടം? അനക്കെന്താണ് അതില്? പൊന്നിരിക്കണോടത്ത് തെങ്ങായി പൂച്ചക്ക്. അപ്പതാ ഇറങ്ങണ്. നമ്മള് പ്രസംഗം തുടങ്ങിയതിന്റെ ശേഷം നമ്മളിവിടെ പ്രസംഗം തുടങ്ങുന്നത് എപ്പോഴാ? ഇവിടത്തെ ഇന്ത്യൻ സമയം 4:30 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം. ഇന്ത്യൻ സമയം 4:30 മണിക്ക് പ്രസംഗമല്ല തുടങ്ങണേ, കുത്തിത്തിരിപ്പ് തുടങ്ങണ സമയം എന്ന് പറയാ. കുത്തിത്തിരിപ്പ് പച്ചർച്ച് തിന്നണ കാന്തപുരത്തിൻ്റെയും മക്കളെയും പച്ചർച്ച് തിന്നണ സമയം അങ്ങനെ പറയാം. കൂട്ടത്തിൽ ജിഫിരി തങ്ങളെ പറ്റുകയാണെങ്കിൽ അപ്പം മൂപ്പരെയും തിന്നുന്നുണ്ട്. ആരൊക്കെ എനിക്ക് തിന്നാൻ പറ്റണ ചോരൊക്കെ തിന്നോക്കുന്നുണ്ട്. അങ്ങനെ പറയാം. അതല്ലാതെ പ്രസംഗം തുടങ്ങുന്ന സമയം എന്ന് പറയരുത്. പ്രസംഗമല്ല, തിന്നണ സമയം ആരംഭിക്കുന്നത്. വിദേശത്തോ ഇന്ത്യൻ സമയം 5:30 മണിക്കാണ് ഇവരുടെ പൂട്ടിക്കിടന്നിരുന്ന സ്ഥാപനം
എന്നാ അപ്പൊ വേറൊരുത്തം വന്നിട്ട് പറയാണെന്ത്, അത് ശൈത്യകാലത്ത് എല്ലാ സ്ഥാപനങ്ങൾക്കും ലീവാണ്, തൊഴിയൂർ അത് അറിഞ്ഞില്ല, തൊഴിയൂരിന് ആരോ പറഞ്ഞു പറ്റിച്ചതാ. തൊഴിയൂർ അതറിയില്ല, തൊഴിയൂരിന് ആരോ പറഞ്ഞു പറ്റിച്ചതാ എന്ന് ഒരാളും പറയില്ല, അന്തള്ളവരാരും പറയില്ല. കുഞ്ഞമീനെ അതല്ലെങ്കിൽ തെറിയൂരിനെ അങ്ങനെ പറയുള്ളൂ. എനിക്ക് എന്നെ ഒന്നിരിക്കലും തെറിയൂര് എന്ന് പറയും, അല്ലെങ്കിൽ കുഞ്ഞമീനെ എന്ന് പറയും. ഞങ്ങൾ മലപ്പുറം ഭാഷയിലൊക്കെ കുഞ്ഞാമെന്ന് പേരിട്ട് കഴിഞ്ഞാൽ കുഞ്ഞർമു എന്നും പറയും. കുഞ്ഞർമുവിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് അങ്ങനെ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു പറ്റിക്കുമ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങണ ടീമല്ല ഞങ്ങള്. കൃത്യമായി അങ്ങനെ പറഞ്ഞു പറ്റിക്കുമ്പോത്തിന് പറ്റുന്ന ടീമല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തെറ്റുപറ്റി. എന്നോടൊപ്പം എല്ലാം ഒരാൾ വിളിച്ചുകാണ്ട് പറയാണ്, കുഞ്ഞാമതേ ഇജൊരു വിവരം അറിഞ്ഞിക്കണോ, കാന്തപുരത്തിൻ്റെ കേരള യാത്ര അത് തിരുവനന്തപുരത്തേക്ക് എത്തണില്ലോത്തരടാ, അതിൻ്റെ മുന്നേ തന്നെ അത് നിർത്തുകയാണെന്നാ കേട്ടത്. അങ്ങനെ മുന്നേ തന്നെ അത് നിർത്തുക എന്നുള്ളത് കേട്ടു. അവിടുന്ന് പിന്നെ അവിടേക്ക് എത്തണില്ലോത്തര, അവിടെ പരിപാടി ഇല്ലോത്തരെ. അങ്ങനെ ഒരു രഹസ്യമായിട്ട് എന്നോട് വെറുതെ ഒരാൾ പറഞ്ഞാൽ മതി, അത് പിറ്റേന്ന് സ്റ്റേജ് കെട്ടിയാണ്ട് പറയും. എനിക്കതിന് പ്രത്യേക തെളിവൊന്നും വേണ്ട, എനിക്ക് പ്രത്യേക തെളിവൊന്നും വേണ്ട. കാള പറ്റൂന്ന് പറഞ്ഞാൽ അവിടേക്ക് കയറെടുത്ത് ഓടും. അതിന് ചെനണ്ടതിനോ പെറ്റിക്കണോ പെണ്ണാണോ ആണാണോ അതൊന്നും നോക്കൂല. ഇജ്ജ് മണ്ടി ചെന്നാണ്ട് നോക്കും കാളൻ്റെ കുട്ടി എവിടെയെന്ന് ചോദിച്ചിട്ട്. ഇത് പേർന്നത് ഏതാന്ന് എനിക്കറിയണ്ടേ, എന്നിട്ട് മണ്ടി ചെല്ലല്ലേ എന്നതുപോലെ തന്നെയാണ് എൻ്റെ കാട്ടിക്കൂട്ടൽ മൊത്തം. കൃത്യമായ തെളിവ് അത് വെച്ചിട്ട് അബ്ബം പറയണത് എവിടുന്നാ, ഓന് UAE കഥ പറയണത് വേറെ ഏതോ നാട്ടീന്നാ. ചങ്ങായി എനിക്കാ ബക്കാല കച്ചവടം നല്ലത്. ബക്കാല കച്ചവടമൊക്കെ ഉഷാറായിട്ട് ചെയ്ത് കണ്ട് അന്തസ്സോടുകൂടെ കുട്ടികളെ പോറ്റണടാ. ഞങ്ങളെ മജീദ് ഹസനിയെ മനസ്സിലായി എനിക്ക്. അദ്ദേഹം ബക്കാല കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ബക്കാല കച്ചവടം ചെയ്തിട്ട് ഹലാലായ പൈസയായിട്ടാ കുട്ടികളെ പോറ്റണത്, കുടുംബത്തിനെ പോറ്റണത്. എൻ്റെ മാതിരി വട്ടിക്ക് വാങ്ങിയാണ്ടല്ല, പലിശക്ക് എടുത്ത് കാണ്ടല്ല, ലോൺ വെച്ച് കാണ്ടല്ല, പണ്ടമണി വെച്ച് കാണ്ടല്ല. മനസ്സിലായി എനിക്ക്. എൻ്റെ മേത്തുള്ളതും എൻ്റെ കുരുവട്ടൂർ ആസ്ഥാന മന്ദിരങ്ങളിലും മുഴുവനും പലിശയുടെ പൈസ ഉള്ളത്. ഓരോന്നോരോന്ന് ഞങ്ങളെ കയ്യിൽ തെളിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ തലി കെട്ടിയ ഇതിനൊരു ഒരു 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 ബല ഉണ്ടല്ലോ, അത് ഇല്ലാതെയാക്കി കളഞ്ഞു നിങ്ങൾ. ഓരോരോന്ന് ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങളും നല്ലോണം മാന്തി തരും കേട്ടോ. നല്ലോണം മാന്താൻ ഞങ്ങൾക്കും അറിയും. എല്ലാ തെളിവുകളും ഞങ്ങളെടുത്തുണ്ട്. എത്ര ആളുകൾ വിഷമിച്ച് ഇജന്നെന്തിനാ ദുബായിക്ക് പോയിനത്, പിരിവിനായതാച്ച് കാടം കൊണ്ട് പറഞ്ഞിട്ട് ഹൗസ് ഡ്രൈവറെ വിസക്ക് പോയാണ്ട് അവിടുന്ന് അറബി ആട്ടി വിട്ടപ്പോൾ അങ്ങോട്ട് പോന്നിട്ട് എന്നിട്ട് ഇവിടെ വന്നു കാണ്ട് കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയല്ലേ. അതൊക്കെ ഒരു നല്ല ഏർപ്പാടാണല്ലോ ബക്കാലയില്. അവർ നല്ല എത്രയോ നല്ല മനുഷ്യന്മാർ ചെയ്യണേ, അവരെ കുടുംബത്തിന്റെ ഉപജീവന മാർഗത്തിനുള്ള വഴിയാ. ഉറപ്പല്ലേ, കുടുംബത്തിന്റെ ഉപജീവന മാർഗാണത്. അധ്വാനിച്ചിട്ടാണ്, ചോര നീരായിട്ട് അധ്വാനിച്ച് വിയർപ്പ് വറ്റിക്കൊണ്ടാണ് അധ്വാനിച്ചിട്ടാ മക്കളെ പോറ്റണത്. എൻ്റെ മാതിരി ആനിമീങ്ങളെ പച്ചർച്ചി തിന്നുകാണ്ടല്ല, മനസ്സിലായെനിക്ക്. ആനിമീങ്ങളെ പച്ചർച്ചി തിന്നുകാണ്ടല്ല, അത് മനസ്സിലാക്കണം. അതിലും എന്നെ പറ്റാത്ത കോലായാലും അതൊക്കെ ഒരു ബർക്കത്തുള്ള പരിപാടിയല്ലേ. ഇജ്ജ് ചെയ്യേണ്ട അവിടുത്തെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള അതൊക്കെ കൃത്യസമയത്ത് എത്തിക്കൊണ്ടോടത്ത് എത്തിക്കുക. അതിലുച്ച് കള്ളത്തരങ്ങൾ, അതിലൊന്നും ഒരു കള്ളത്തരം കാണിക്കണില്ല. സൂപ്പർ അന്തസ്സായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അന്തസ്സായിട്ട്, എൻ്റെ മാതിരിയല്ല, അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി നോട്ടും കിട്ടുന്നുണ്ട്. മനസ്സിലായി എനിക്ക്. അനക്കിച്ച് പെട്രോൾ പമ്പിൽ വേണേ കടം പറഞ്ഞിരിക്കണെന്നാണ് കറിയിലിട്ടത്. ഒരു സ്ഥലത്തും കടം പറയാത്ത സ്ഥലമാണ് പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പിൽ വരെ കടം പറഞ്ഞ മൊയന്താപ്പവനെ കുഞ്ഞേമതേ ഓനാന്നിട്ട് ഈ വർത്താനം പറയണത് അല്ലേ. അതൊക്കെ നടത്തിയേക്ക് അനക്ക് ഇവിടെ നടക്കണമല്ല കഥ അറിയോ. എടാ നിങ്ങളെ സ്ഥാപനം അത് ലീവിലായിരുന്നു. ആ ശൈത്യകാലത്തെ ലീവ് ഏതാണെന്നറിയോ ടിയാണ്? അത് ഡിസംബർ 21-നാണ്. അവിടെ നിങ്ങളെ സ്ഥാപനത്തിന്റെ, വിദേശത്തുള്ള സ്ഥാപനത്തിന്റെ വിന്റർ വെക്കേഷൻ ആരംഭിക്കുന്നത് എന്ന് 21-ന്. ഒരാഴ്ചയാ ലീവ്. ആയിക്കോട്ടെ ചങ്ങായി, ഒരാഴ്ച 2 ആഴ്ച ലീവ് കൊടുത്തോട്ടെ. അനക്കെന്താ നഷ്ടം? പെണ്ണിനില്ലാത്ത വേദന സിസ്റ്റർക്ക്, ഞങ്ങൾക്ക് അതിന് വേദന അല്ലേ. ഞങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച കൊടുക്കും ലീവ്, ചിലപ്പോൾ 2 ആഴ്ച കൊടുക്കും. അനക്കെന്താ നഷ്ടം?
അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സ്ഥാപനം തുറന്നു. എന്നിട്ടോ പിന്നെ 2 ദിവസത്തിന് ശേഷം പിന്നെ എന്തിനു പൂട്ടി? ഞങ്ങൾ പിന്നെയും അങ്ങോട്ട് ലീവ് കൊടുത്തു. ഞങ്ങൾക്ക് പിന്നെയും തോന്നി കുട്ടികൾക്ക് ലീവ് പോരാന്ന്. അപ്പൊ പിന്നെയും ഞങ്ങൾ ലീവ് കൊടുത്തു. അതിനെന്താ എനിക്ക് പ്രശ്നം? 21 കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ഈസ? ഞാൻ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അതും അറിയില്ല എനിക്ക്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് കേട്ടോ. അത് പഠിച്ചോ. ഒരാഴ്ച പറഞ്ഞാൽ 7 ദിവസമാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് ചോദിക്കണേ? ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്. ചോദിക്കട്ടെ, ജനുവരി 4-ാം തീയതി, ജനുവരി 3-ഉം 4-ഉം എന്താഴ്ച? ശനി ഞായറുവാ. അന്ന് നിങ്ങളെ വെക്കേഷൻ മദ്രസ കൂടുതൽ സമയത്ത് പ്രവർത്തിക്കുന്ന സമയല്ലേ? ഞങ്ങളന്ന് നല്ലോണം കടന്നുറങ്ങാൻ ടൈം കൊടുത്തു. ഞങ്ങളന്ന് വെക്കേഷൻ കൂടുതൽ സമയം പ്രവർത്തിക്കാനല്ല ടൈം കൊടുത്തു, നല്ലോണം കടന്നുറങ്ങാൻ ടൈം കൊടുത്തു. എന്നിട്ടോ അന്ന് തുറന്നിട്ടുണ്ടോ? തെളിയിക്കാൻ ആളായി പറഞ്ഞവരുണ്ടോ? ചോദിച്ചില്ലടോ ഞാന്. അന്ന് തുറന്നിട്ടുണ്ടോ? അത് തെളിയിക്കാൻ ആണായി പറഞ്ഞവരുണ്ടോ? ഇവനെന്തോ മെൻസസിലുണ്ടായ മാതിരി കേട്ടോ. ഇവന്റെ സംസാരം കേട്ട എപ്പോ നോക്കിയാലും ഒക്കെ ആണായി പറഞ്ഞിട്ടുണ്ടോ, പെണ്ണായി പറഞ്ഞിട്ടുണ്ടോ, ഹരാനായ ജന്മത്തിലുണ്ടോ? ഇവനെന്തോ ഒരു സംശയമുണ്ട്. ഇവന്റെ ജനനത്തിന് എന്തോ ഒരു സംശയമുണ്ട്. നമ്മൾ ജനനത്തിനെ സംബന്ധിച്ച് പറയണില്ല, വാപ്പിയമ്മയും കുറ്റക്കാരാവും, വെറുതെ ഐറ്റങ്ങളും നിരപരാധികളെക്കാരും. ഏതായാലും ഇവനെ ഏതോ ഒരു ഗ്രഹണം പിടിച്ച നേരത്താണ് പെറ്റുകണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതോ ഒരു ഗ്രഹണം പിടിച്ച നേരത്താണ് കുഞ്ഞാമീനെ പെറ്റുകണത്, ഉറപ്പാണ്. ഒന്നിരിക്കലും സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം, ഏതോ ഒരു ഗ്രഹണം ബാധിച്ച നേരത്താണ് ഇവരെ പെറ്റുകണത്. ഇവന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ മനസ്സിലാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് ഇജ്ജ് നിസ്കരിച്ചാൻ പോയിക്കേ. അപ്പൊ നിസ്കാരം എന്റെ കോമാണ്ടിക്കുണ്ടോ? നിസ്കാരം കൊയ്വല്ലേ നിങ്ങക്ക്? കാരണം കോമാണ്ടിന്റെ ഏറ്റെടുത്തിക്കല്ലേ നിങ്ങളെ. നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ അടക്കം വെച്ചില്ലേ? എന്താ അടക്കം വെച്ചത്? എന്തടക്കാജ് വെച്ചത്? അന്റെ അടക്കം വെക്കൽ എന്തത്തോ അലക്കമ്മൽ അടക്കം വെക്കലേങ്ങയ്യേ. ഇജി വെറും അലാക്കിന്റെ തുണി ഉണ്ടാക്കുക എന്നല്ലാതെ എന്തടക്കം വെക്കൽ അടക്കം വെക്കാൻ വയ്ക്കനക്ക്? ആ ചോദിക്കട്ടെ, 21-ന് ലീവ് ആരംഭിച്ചു, ഒരാഴ്ച കഴിഞ്ഞ് തുറന്ന്, പിന്നെന്തിനെ പൂട്ടിയത്? പിന്നെ ദിവസങ്ങൾ പൂട്ടിക്കിടന്നില്ലേ? പിന്നെ എപ്പോഴാണ് നിങ്ങൾ തുറക്കണത്? 5-ാം തീയതി തിങ്കളാഴ്ച. അതുവരെ എന്തായിരുന്നു? പറയും മറുപടി. ബാക്കി ഞാൻ പറഞ്ഞുതരാ, ബാക്കി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചുതരാ. നിങ്ങളുടെ വിദേശത്തുള്ള സ്ഥാപനത്തിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിലെ രക്ഷിതാക്കൾക്ക് നിങ്ങൾ ഔദ്യോഗികമായി അയച്ച മെസ്സേജ് ഞങ്ങളെ കയ്യിലുണ്ട്. അതിനിപ്പോ എന്താ കുഞ്ഞേമതേ പ്രശ്നം? ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അടച്ചു, ഞങ്ങൾ തുറന്നു, പിന്നെ 2 ദിവസം ലീവ് കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ച പിന്നെയും ലീവ് കൊടുത്തു. ഞങ്ങൾ എന്ത് ചെയ്തു? രക്ഷിതാക്കന്മാർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. ഇല്ലാന്ന് എന്താ പ്രശ്നം? എന്നിട്ട് എന്താണ് എനിക്ക് പറ്റിയത്? ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇനിയും ചെയ്യും. എന്നെ പേടിക്കണോ? ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന് പൂട്ടാനും തുറക്കാനും അതുപോലെ ലീവ് കൊടുക്കാനും എന്തൊക്കെ വർത്താനം ഇജ്ജ് പറയുന്നത്? ഏതായാലും എനിക്ക് ഇവനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇവനെ ശരിക്ക് ഗവൺമെന്റ് ഇവനൊന്ന് ശരിക്ക് പിടിച്ചിട്ട് ഈ ഹവാല കേസുകളും കോയൽ പണത്തിനെ സംബന്ധിച്ചും ഇവൻ പറഞ്ഞല്ലോ, ഇത് ഇവനെ പറ്റിയാണ് ശരിക്കൊന്നും ചോദ്യം ചെയ്താൽ മിക്കവാറും കള്ളി ഇങ്ങോട്ട് വെളിച്ചത്ത് വരും. മിക്കവാറും വരും. ഇവ ഇടയ്ക്കൊന്ന് പോയി നോക്കുന്നുണ്ട് ദുബായി കൂടി, ഇടയ്ക്കൊന്ന് പോയി വരുന്നുണ്ട് ദുബായി കൂടി. സാധനം കൊണ്ടുവരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇവനെ സംബന്ധിച്ചുണ്ട്. അതൊന്ന് ശരിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. ഏതായാലും